ഇന്ന് രാവിലെ എന്റെ പാട് ആദർശേണ്ണ വീഡിയോ കോൾ അറ്റാച്ച് ചെയ്തത്. കാരണം ആദർശേണ്ണ നല്ല പനിയാണ്. തലേന്ന് കോഴിക്കോട് എത്തിന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ. അപ്പൊ മുഖക്കാകെ പ്ലിങ് ആയിട്ട് നിൽക്കുന്നത്. എന്താണെന്ന് ചോദിച്ചതും ഒറ്റ കരച്ചില്ല. ഞാനും ആകെ ഞെട്ടിപ്പോയിട്ടോ. അപ്പൊ പിന്നെയാണ് പറയുന്നത് പനിച്ചിട്ട് വയ്യ, തീരെ സുഖമില്ല. അത്ര വലുതായിട്ടും ഒരു കാര്യമില്ല കേട്ടോ, കുഞ്ഞു കുട്ടിയുള്ള പോലെ ഉണ്ടോ. പോവണ്ടെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാണ്, പിന്നെ കേൾക്കാതെ പോയതാണ് കേട്ടോ. കണ്ട് നമ്മുടെ ഓട്ട് പോണേക്കാൻ മുന്നേ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു ഓറഞ്ച് എടുത്ത് കഴിക്കാൻ കേട്ടോ. അമ്മന്റെ ഒരു ചുരിദാർ അമ്മയ്ക്ക് പാകാവോ എന്ന് നോക്കിക്കാ. അച്ഛനാച്ചെങ്കിൽ എന്തോ ഗ്യാസ് എന്തോ ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് കൊടുക്കുന്നതാട്ടോ. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. അമ്മയ്ക്ക് ടോപ്പ് അങ്ങനെ ഏറെക്കുറെ സെറ്റ് ആയിട്ടോ. അങ്ങനെ ഞാൻ അമ്മയും കൂടി ടോട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്റെ പേഴ്സിന് നല്ല മണം. അപ്പൊ അതിങ്ങനെ മടുത്ത് നോക്കാണ്ട് അമ്മ ഒരു കൊട എടുത്ത് വന്നാട്ടോ. ഞങ്ങൾ അത് എത്ര തുറക്കാൻ നോക്കിയിട്ടൊന്നും ഇവരണില്ല. ഞങ്ങളുടെ 3 പേരുടെ ശക്തി ഞങ്ങൾ ഇതിൽ പ്രയോഗിച്ചു. പക്ഷെ ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞാനും അമ്മ ഇത് സൈഡിൽ കൂടെ തടഞ്ഞ് നോക്കി നടക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കാൻ കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് ടോട്ടിങ്. അപ്പൊ ഈ തണൽ കൂടെ നടക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ മെയിൻ റോട്ടിക്ക് കയറിയ നല്ലതാവട്ടോ. അപ്പോഴാണ് ലിസേച്ചി ഒരു കൊട കൊടുന്നേ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇത് ആ കൊടയും പിടിച്ചിട്ട് നടക്കാണ്ടോ. അമ്മയ്ക്ക് അച്ഛൻ ഒടുക്കത്തെ സ്പീഡ് ഇട്ട് അമ്മേനെ ചീത്ത പറഞ്ഞ് പതുക്കെ നടക്ക് പറഞ്ഞിട്ട് അങ്ങനെ നടക്കാണ്ടോ. അങ്ങനെ നമ്മൾ ഏതാണ്ട് വോട്ട് ചെയ്യണതിന്റെ സ്പോട്ടിന് അവിടെ എത്തിയിട്ടോ. ഇവിടെ നിറച്ചിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കാണ്. പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട കെയറിംഗ് ഒക്കെ അവിടുത്തെ കിട്ടിയിട്ടോ. ഇരിക്കാൻ വേണ്ടിയിട്ട് കസാരിയും പിന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് വോട്ട് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റിയിട്ടോ. ഞാൻ ഇറങ്ങുമ്പോൾ അമ്മയുടെ ക്യൂ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ എന്റെ വോട്ടിങ് ഭംഗിയായിട്ട് തീർന്നു കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് പാർട്ടി കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മളെ ആരാണ് കൂടുതൽ സഹായിക്കുന്നത് അവർക്ക് അങ്ങോട്ട് വോട്ട് ചെയ്യട്ടോ. അമ്മ ഇതേ വരി നിന്നിട്ട് ആകെ വയ്യാതെ നിൽക്കാട്ടോ. പിന്നെ ഇതെന്റെ പാപ്പന്റെ മോനാണ് കേട്ടോ. അപ്പൊ അവനാണ്ടപ്പോ കുറച്ച് നേരം അവിടെ കത്തിയടിച്ചിരുന്നു. ഇപ്പൊ നേരിട്ട് കണ്ടാൽ ഇവര് തമ്മിൽ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുസ്തി കൂട്ടോ. അങ്ങനെ അച്ഛൻ കൂട്ടാൻ വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ ഒപ്പം അങ്ങോട്ട് പോകുന്നു കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും നല്ല ടെൻഷൻ ഉണ്ട്. കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ബൈക്കുമ്പോൾ കയറാൻ പോകുന്നത്. അച്ഛനും നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ പതുക്കെ ഞങ്ങളിത് വീടെത്തി കിട്ടിയിട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മയും വന്നു. അമ്മേനെ അച്ഛൻ പോയി കൂട്ടിയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ആദർശേണ്ണ ബൈക്കൊക്കെ വെറുതെ തുടച്ച് വെക്കുന്നുണ്ട്. ഇത് ആരും ഉപയോഗിക്കൊന്നുമില്ല കേട്ടോ. എന്നാലും അച്ഛൻ ഫുൾ ടൈം ഇതിങ്ങനെ ക്ലീൻ ആക്കി വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് അടിക്കാന്ന് വിചാരിച്ചു. അപ്പം മുരിങ്ങലക്കറി, മീൻകറി, പിന്നെ അമരക്കയുടെ ഉപ്പേരി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മീൻകറി ഞാൻ തൊട്ടില്ല. മുരിങ്ങയുടെ അരിയും അമരക്കായും കൂടിയിട്ട് ഞാൻ ചോറിനായിരിക്കാൻ കേട്ടോ. അപ്പൊ അമ്മ ഇത് അപ്പുറത്തിരുന്ന് ചോറിനുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ വലിച്ചിന്റെ മോളെന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിച്ചനും വല്യമ്മയും ഉണ്ണിയും ചേച്ചിയൊക്കെ കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറെ നേരം അവരായിട്ടും വർത്താനം പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. ജിയോ വന്നിട്ടുണ്ടായിരുന്നില്ല, ചെറുതിനെ മാത്രം കൂട്ടിയിട്ടാണ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ട് അവരിതേ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ബേബി ഫസ്റ്റ് വരുമ്പോൾ ആരുടെ അടുത്തും മിണ്ടില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ആളെല്ലാവരുടെ അടുത്തും ഭയങ്കര സെറ്റ് ആവട്ടാ. ചേച്ചി പിന്നെ ഇതേ വെള്ളമൊക്കെ അവന് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അവരും ടാറ്റാ ബാബയൊക്കെ പറഞ്ഞു പോയി. പിന്നെ ഇതേ ലോഡ് സാധനങ്ങളൊക്കെ ആയിട്ടാ വന്നിട്ടുണ്ടായിരുന്നേ. കുറെ പലഹാരങ്ങളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 10-20 ദിവസം എനിക്ക് കഴിക്കേണ്ട നേന്ത്രപ്പഴവും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതില്. പിന്നെ ലഡു കഴിച്ചിട്ട് ഞാൻ കുറെ നാളായിട്ട്. അപ്പൊ ലഡു കണ്ടപ്പോൾ അതിലത്തെ ഒരു ലഡു ഞങ്ങളുടെ എടുത്ത് കഴിക്കാൻ കേട്ടോ. പിന്നെ അമ്മ അച്ഛനും അവിടെ ഭയങ്കര പണിയിലാണ് കേട്ടോ. വിറക് കുറെ കൊത്തിമുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ അത് കെട്ടിയിട്ട് ടെറസിന്റെ മുകളിലേക്ക് കൊണ്ടേക്ക് അച്ഛത് കെട്ടി കൊടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ നേരെ പാല് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പൊ അവരോടത്തെ കൊടയും കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരെയും കാണാനില്ല കേട്ടോ. അങ്ങനെ കൊട അവിടെ വെച്ചിട്ട് ഞാൻ തിരിച്ചെന്റെ വീട്ടിലേക്ക് നടന്നു കേട്ടോ. അപ്പോഴാണ് അമ്മ പറയണ ലിസേച്ചി അവിടെ പുറത്ത് പാല് വെച്ചിട്ടുണ്ടാവും, അത് എടുത്തു വരാൻ. അങ്ങനെ അതൊക്കെ എടുത്തു വന്നു. പിന്നെ നമ്മുടെ മാളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.